വോട്ടും ഘട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് മണ്ഡലം നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യുകയാണ്. കാരണം പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. LDF-ൻ്റെയും UDF-ൻ്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ അത് പ്രചാരണത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. പാലക്കാട് ഇത്തവണ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ആൽവിനെ, എങ്ങനെയാണ്? പാലക്കാട് പ്രത്യേകിച്ചൊരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. 18,000-ലധികം വോട്ടുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ച ഒരു മണ്ഡലം. കഴിഞ്ഞ 2011 മുതൽ ഷാഫി 3 തവണ മിന്നും വിജയം നേടിയ മണ്ഡലം. BJP-യുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായ ശേഷം BJP-ക്ക് വലിയ തോതിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ശതമാനം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും UDF-ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സേഫായ അവസ്ഥയാണുള്ളത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡീൽ ആരോപണത്തിൽ പാലക്കാട് ഉൾപ്പെടുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിൻ്റെ കാരണം എന്താ? CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നതാരാ? NMR റസാഖ്. അദ്ദേഹമല്ലാതെ CPM-ൻ്റെതായ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കാനില്ലായിരുന്നോ എന്നതാണ് ഈ ഡീലിന് പിന്നിലെ ചോദ്യം. അതിന് കൃത്യമായ ഉത്തരം CPM നൽകേണ്ടതുണ്ട്. ഒന്ന്. പിന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഒരു തരത്തിൽ മിന്നുന്ന കാൻഡിഡേറ്റാണ്. ഈ പ്രചാരണ രംഗത്തുമൊക്കെ അവർക്ക് വളരെ ശോഭിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. BJP അതിൽ മറ്റൊരു കാര്യം ഞാൻ പറയേണ്ടത്, 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ CPM-ൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ. അപ്പോഴാണ് ഇവിടെ താരതമ്യേന പരിചിതമല്ലാത്ത ആളുകൾ പരിചിതമല്ല CPM പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ അവിടെ NMR റസാഖിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് എന്നുള്ളതാണ് അതിനകത്തെ വിരോധാഭാസം. ഇതിപ്പോൾ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിലും വേറൊരു തരത്തിലുള്ള ആരോപണം ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിച്ചേനെ. കാരണം ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഒരാൾ മത്സരിക്കുമ്പോൾ CPM ശക്തമായ സ്ഥാനാർത്ഥി നിർത്തി വോട്ട് പീഡിപ്പിക്കാനുള്ളൊരു നീക്കമാണ്. അങ്ങനത്തെ ആരോപണത്തിനും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. എന്താണ് പാലക്കാട്ടിലെ ഒരു നിലവിലെ സാഹചര്യത്തിൽ NMR റസാഖ് അത്ര മോശം സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ടോ? മോശം സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല 3 പേർക്കും സ്വപ്നം കാണാനുള്ള വകയുണ്ട് പാലക്കാട് എന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ ടേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൽവിൻ BJP-യുടെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണെന്ന് സംശയമില്ല. കാരണം 2006-ലാണ് KK ദിവാരൻ ജയിക്കുന്നത്. അന്ന് പോലും ഭൂരിപക്ഷം നേരിയ ഭൂരിപക്ഷമാണ്. പൊതുവെ ഒരു ഇടത് തരംഗത്തിലാണ് പാലക്കാട് പലപ്പോഴും ലെഫ്റ്റിനോട് ചേർന്ന് നിന്നിട്ടുള്ളത്. 2016-ന് ശേഷമാണ് BJP-യുടെ ഒരു വലിയ എൻട്രി അവിടെ നടക്കുന്നത്. അതുവരെ BJP 30,000 താഴെ ഓരോ ജോബാലൊക്കെ മത്സരിക്കുമ്പോൾ പോലും ഏതാണ്ട് 30,000 താഴെ മാത്രം വോട്ടുള്ളൊരു 27,000 വോട്ടൊക്കെയാണ് രാജഗോപാലിനെ ലഭിച്ചേക്കുന്നത്. അതിന് താഴെ പോവുകയാണ് പിന്നീട് 2011 വിദ്യാസാഗറിന് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ BJP 2016-ലാണ് അവിടെ ഒരു വലിയ ഫോഴ്സായി അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തേക്ക് വരുന്നത്. അന്ന് സ്ഥാനാർത്ഥി ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രത്യേകത, അവർ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ വോട്ട് കൂട്ടിയൊരു ചരിത്രമുണ്ട്. അത് BJP-യെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പാലക്കാട് മണ്ഡലത്തിൽ BJP-ക്ക് ഒരു പരമാവധി വോട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടി വോട്ട് എന്ന് പറയാവുന്നത് ഏതാണ്ട് 39,000 വോട്ട് അല്ലെങ്കിൽ 40,000 വോട്ട് താഴെ. അത്രയാണ് BJP-യുടെ വോട്ട് എന്ന് പറയാനുള്ളത്. കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 2016-ലാണ് BJP-യുടെ വോട്ട് ഏതാണ്ട് 38,000-39,000 വോട്ടിലേക്ക് വന്നേക്കുന്നത്. 29%. പിന്നീട് കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ കൃഷ്ണകുമാറിനും ഏതാണ്ട് ശോഭാ സുരേന്ദ്രനേക്കാൾ വോട്ട് കുറവാണ്. പക്ഷേ 2,000 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ ആയിട്ട് ഏതാണ്ട് ആ വോട്ടിൽ തന്നെ നിൽക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി BJP-ക്ക് വോട്ട് കൂടിയെന്ന് പറയുന്നത് മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അതൊരു പക്ഷേ BJP-ക്ക് പുറത്തുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിച്ചത് കൊണ്ടായിരിക്കാം ഏതാണ്ട് 50,000 വോട്ടിലേക്ക് BJP വന്നിട്ടുള്ളത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ BJP-യുടെ ഒരു വോട്ട്, ഫിക്സ്ഡ് വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 39,000-40,000 വോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ ഇതിന് വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല. വോട്ടിംഗ് പാറ്റേൺ തന്നെ വ്യത്യസ്തമാണ്. പക്ഷേ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ അവിടെ 2-ാം സ്ഥാനത്ത് വരുന്നത് LDF-ആണ്. ഏതാണ്ട് 43,000-44,000 വോട്ട് LDF-നുണ്ട്. UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 5,000 വോട്ടോ മറ്റാണ് വോട്ട്. അവിടെയാണ് പാലക്കാട്ടുകാരനായ റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ ആൽവിൻ ഡീലാന്ന് പറഞ്ഞു. പക്ഷേ റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ CPM-ന് ഗുണം ചെയ്യുക. കാരണം CPM-ൻ്റെ ഈ വോട്ടിന് പുറമെ, കാരണം MP രാജേഷ് ലോക്സഭയിൽ 2019 തോൽക്കുമ്പോൾ പോലും പാലക്കാട് മണ്ഡലത്തിൽ ഈ പറഞ്ഞ നഗരമണ്ഡലത്തിൽ ഏതാണ്ട് 44,000-45,000 വോട്ട് MP രാജേഷ് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫിക്സ്ഡ് വോട്ടിന് പുറമെ സ്വാഭാവികമായിട്ടും ഈ പിരായിരി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ ഓളം NMR ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് സ്വാഭാവികമായിട്ട് അത് UDF-ലേക്ക് പോകുന്ന വോട്ടായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തുകളിൽ 2 പിരായിരിയും മാത്തൂരും UDF-ന്
ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധിച്ചു. പിന്നീട് മാത്രമല്ല, അദ്ദേഹം അവിടെ പാലക്കാട്ടുകാരനാണ്. ഈ 2 സ്ഥാനാർത്ഥികളും പാലക്കാട്ടുകാരല്ല. പിന്നീട് അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വോട്ടുകൾ നേടാൻ സാധിച്ചാൽ ഒരുപക്ഷെ അത്ഭുതം പാലക്കാട് ഉണ്ടായേക്കും. അതെ. എനിക്ക് തോന്നുന്നു ഞാനും NMR റസാഖ് മത്സരിക്കാൻ വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി അറിയില്ല, ആളെ വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഒരു ഹോട്ടൽ വ്യവസായി എന്ന് മാത്രമല്ല, പക്ഷെ പുള്ളി മത്സരിച്ച് പുള്ളിയെ പരിചയപ്പെടുത്താൻ സമയം വേണ്ടി വരില്ലേ എന്നായിരുന്നു കരുതുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം NMR റസാഖ് എവിടെ പോയാലും അവിടെ NMR റസാഖിന് കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയാൻ കഴിയുന്ന തരത്തിൽ വ്യക്തിബന്ധമുള്ള ആളുകൾ NMR റസാഖിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, കാരണം NMR റസാഖ് പാലക്കാട് CPM-നെ സംബന്ധിച്ചോളം ഒരു മോശം സ്ഥാനാർത്ഥിയാണ് ഞാൻ കരുതുന്നില്ല. ഇനി കണക്കുകളുടെ കാര്യം ആലുവ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ കണ്ണാടിയുടെ കണക്കെടുത്താൽ UDF 5, LDF 12 മാത്തൂരിൻ്റെ കണക്കെടുത്താലോ ഒപ്പത്തിനൊപ്പമാണ്. അതായത് LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമാണ്. പിരായിരിയിൽ സാധാരണ ഉണ്ടാകാറുള്ള UDF-ൻ്റെ ഒരു തേരോട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 11 UDF-ഉം 8 LDF-ഉമാണ്, NDA 4. പിന്നെ സ്വാഭാവികമായും നഗരസഭയുടെ വോട്ടെണ്ണുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും. അവിടെ സ്വാഭാവികമായും ആ ഘട്ടത്തിലാണല്ലോ BJP മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടം വരിക. ഇപ്പോഴും NDAക്ക് 25 ഉണ്ട്, UDF-ന് അവിടെ 17 ഉണ്ട്, LDF-ന് 8 ഉണ്ട്. ആ രീതിയിലാണ് നഗരസഭയുടെ കണക്കെടുത്താൽ നമുക്ക് പറയാൻ കഴിയുക. UDF-ൻ്റെ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു ഒട്ടും മോശം പറയാൻ പറ്റത്തില്ലാത്തൊരു കാൻഡിഡേറ്റാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് കേരള സമൂഹം. അവിടെ ഒരു താരപരിവേഷമുള്ള ഒരാൾ, പ്രത്യേകിച്ചൊരു ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നൊക്കെ ഉള്ള ഒരാൾ അവിടെ വരുമ്പോൾ അത് സ്വാഭാവികമായും അവിടുത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് പിഷാരടിയുടെ ഇവിടെ വരവ് UDF-ന് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ ഷാഫിയുടെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് മോശമല്ലാത്ത ഗ്രൗണ്ട് വർക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് ഇത്രത്തോളം ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ പ്രധാനി ഷാഫി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. അത് ആ ഫാക്ടർ ഇപ്പോഴും ഷാഫി അവിടെ വളരെ കൃത്യമായി ഷാഫിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന സമൂഹങ്ങളും വീടുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. മുസ്ലിം സമൂഹം മാത്രമല്ല, ഇത്തവണ UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ UDF-ന് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അതിനോടൊപ്പം ഈ പറയുന്ന ഈ ബ്രാഹ്മണ സമൂഹത്തിലെ കൽപ്പാത്തി പോലുള്ള മേഖലയിലെ വോട്ടുകൾ അവിടെ പോലും ഷാഫി ഓരോ വീടുകളിലും കയറി ചെന്ന് വോട്ട് തേടുന്നത് ഞാൻ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിന് അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അത്രത്തോളം സ്വാധീനം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിഷാരടിയെ സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കുമ്പോൾ അതിനകത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മോശം പറയാൻ കഴിയില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ തന്നെ അവർക്ക് വെച്ച് പുലർത്തുന്നു. പിഷാരടി ഒരു നല്ല സ്ഥാനാർത്ഥിയാണോ? കാരണം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റിയാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്ത് നമ്മൾ കണ്ട് സോഷ്യൽ മീഡിയയിൽ പല അന്താരാഷ്ട്ര വിഷയങ്ങളടക്കമുള്ള നിലപാട് അതൊക്കെ പാലക്കാട് പ്രത്യേക സാഹചര്യത്തിൽ ചർച്ചയാകുമോ? പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചർച്ചയാകാതെ ഒരു കണ്ണടച്ചിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് ന്യൂനപക്ഷ സമുദായങ്ങളടക്കം വരാൻ സാധ്യതയുണ്ടോ ഇത്തവണയും? ആൽവിൻ പറയുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്, വിയോജിപ്പുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ആൽവിൻ പറയുന്ന ഒരു വിഭാഗത്തോടെ ഞാൻ യോജിക്കുന്നു. കാരണം ഈ പറയുന്ന കൽപ്പാത്തി അടക്കമുള്ള മേഖല ഒരു പക്ഷേ ആ വോട്ടുകൾ BJP-യിലേക്ക് പോകാതെ UDF-നൊപ്പം പിടിച്ചു നിർത്താൻ ഒരു പക്ഷേ രമേശ് പിഷാരടി വരുന്നത് ഗുണം ചെയ്യും. പക്ഷേ ആൽവിൻ നേരത്തെ ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചു. അവിടെ റസാഖിൻ്റെ കാര്യം പറയുമ്പോൾ അതേ ചോദ്യം പിഷാരടിയുടെ കാര്യത്തിന് തിരിച്ചുകൊണ്ടല്ലോ. കാരണം നിങ്ങൾ ഹൈലി പൊളിറ്റിക്കൽ ഫൈറ്റാണെന്ന് പറയുന്ന സ്ഥലമാണ് പാലക്കാട്. കാരണം കഴിഞ്ഞ അവിടെ 2000 വോട്ടിന് മാത്രം ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. അവിടെ എങ്ങനെയാണ് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാവുന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഹൈലി പൊളിറ്റിക്കൽ നടക്കുന്ന സ്ഥലത്തേക്ക് രമേശ് പിഷാരടി ഒട്ടും മോശക്കാരനല്ല, ഞാൻ മോശക്കാരനെന്ന അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഹൈലി പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് രമേശ് പിഷാരടിയാണോ വേണ്ടതെന്നൊരു ചോദ്യം ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും മറുപടി വരേണ്ടി വരും. കാരണം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ പല വിഷയങ്ങളും അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതാണ് ഞാൻ വിഷയങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ NMR റസാഖിനോട് ആ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വളരെ വ്യക്തതയോട് പറയുന്നു. പിഷാരടി ഇപ്പോഴും അതിൽ വ്യക്തതയില്ലാത്ത മറുപടി പറയുന്നു. പിഷാരടി അതിന് ശേഷം മറുപടി പറഞ്ഞത് വെറുതെ നമ്മുടെ ഇവിടെയുള്ള സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ വേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അത്തരത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റായി അദ്ദേഹം പറഞ്ഞത്. രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം രമേശ് പിഷാരടി ഞാൻ പറഞ്ഞല്ലോ, അവിടെ UDF-നെ സംബന്ധിച്ചൊരു MLA തട്ടുകേട് വന്നു, ഒരു ആരോപണത്തിൽ വന്ന് കുടുങ്ങി, കേസിൽ കുടുങ്ങി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പൊളിറ്റിക്കൽ നേതാവിനെ കൊണ്ടുവന്നാൽ
അവിടെ ഒരു പൊളിറ്റിക്കൽ നേതാവ് നമ്മൾ പറയുന്നത് എറണാകുളം മണ്ഡലത്തിന്റെ കാര്യമല്ല പറയുന്നത്. അതാ പറയുന്നത് നമ്മൾ എറണാകുളം മണ്ഡലത്തിന്റെ കാര്യം, കോൺഗ്രസ് വലിയ മാർജിൻ ജയിക്കുന്ന മണ്ഡലത്തിന്റെ കാര്യമല്ല പറയുന്നത്. ബി.ജെ.പി വലിയ ഫോഴ്സ് ആയി നിൽക്കുന്ന ഒരു മണ്ഡലത്തിന്റെ കാര്യമാണ്. ആളാണ് രമേശ് പിഷാരടി. അങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടൊന്നും ബി.ജെ.പിക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന നേതാവാണ് രമേശ് പിഷാരടി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് അല്ല, ഞാൻ ആ ബി.ജെ.പിക്ക് പോകേണ്ട വോട്ടുകൾ ചോരാതെ കൃത്യമായി യു.ഡി.എഫിനെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രമേശ് പിഷാരടി. സവർണ വോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NMR റസാക്കും യു.ഡി.എഫിന് കിട്ടാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് വിലയിരുത്താമല്ലോ വേണമെങ്കിൽ. ഞാനതാണ് ചോദിക്കുന്നത്. 3ാം സ്ഥാനത്താണ് CPM അവിടെ. എല്ലാവരും എത്ര വോട്ട് കവർ ചെയ്ത് മഞ്ചേശ്വരത്ത് 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് LDF വന്ന ചരിത്രമില്ലേ? അതല്ല, കണക്കിലേക്കൊന്നും പോകണ്ടല്ലോ. 2006 LDF ജയിച്ച സീറ്റല്ലേ അത്? അതെ. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബി.ജെ.പി സംബന്ധിച്ച് ബി.ജെ.പി അവിടെ ഫൈറ്റ് ചെയ്യാൻ അവർ തയ്യാറെടുപ്പ് വളരെ കൃത്യമായി നടത്തി. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ പോലെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥി CPM ജയിക്കാൻ വേണ്ടി അങ്ങനെ തദ്ദേശീയ സ്ഥാനാർത്ഥി ഇറക്കുന്നു. അതെങ്ങനെയാണ് ഡീൽ എന്ന് ആരോപിക്കുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ്? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ അനാവശ്യ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ്? കാര്യമില്ല. സ്ഥാനാർത്ഥി വന്നെങ്കിൽ പിന്നെ എന്തിനാണ് മതം പറയേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി വരിക, ആ സ്ഥാനാർത്ഥി മത്സരിക്കുക, ആ സ്ഥാനാർത്ഥി മത്സരിക്കാൻ ജയിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥി അവിടെ വരണം. അത് പറഞ്ഞപ്പോ ഡീലാണെന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആരോടും ഉന്നയിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ? എന്തിനാണ് അങ്ങനെ ഒരു നെറേറ്റീവ് മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ ഒരു മതം പറഞ്ഞ് അദ്ദേഹം അങ്ങനെയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പറയാം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് എന്താണ് ഉദ്ദേശിച്ചത്? അവിടെ അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി UDF-ന് കിട്ടാൻ സാധ്യതയുള്ള മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാനാണ് നീക്കം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ മുഖ്യമന്ത്രി എന്താ മറുപടി എടുക്കേണ്ടത്? ഞങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് നിങ്ങളുടെ പ്രശ്നമല്ലേ മുഖ്യമന്ത്രി ചോദിച്ചത്? അത്തരം ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇല്ല, അത് തുടക്കം ഇട്ടതാരാ? പ്രതിപക്ഷ നേതാവാ. അല്ല, ഞാൻ പറഞ്ഞത് CP ഇതുപോലെ വളരെ പ്രതിപക്ഷ നേതാവ് അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് നിങ്ങൾ വോട്ട് ഭിന്നിക്കാനാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി പറയണ്ടേ? ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയതാണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കണ്ടേ? അതേ ചോദിച്ചിട്ടുള്ളൂ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതേ ചോദിച്ചിട്ടുള്ളൂ. അവിടെ നേതാക്കൾ, ഞാൻ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ പോലും എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ NMR റസാഖിന്റെ വരവിൽ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ പാർട്ടിക്ക് അങ്ങനെ എതിർപ്പില്ലായിരുന്നു. അവിടെ വലിയ വിമല ശബ്ദമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് വളരെ നമ്മൾ BJP കൂടെ നമുക്കൊന്ന് പറഞ്ഞു. കാരണം ശോഭാ സുരേന്ദ്രൻ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് ആദ്യം പാലക്കാടിൽ എത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ നമുക്ക് വലിയ അനുകൂല ഘടകം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില പ്രതികൂല ഘടകങ്ങളുണ്ട്. കാരണം പാലക്കാട് BJP-യിലെ വിഭാഗീയത നമുക്കറിയാം. ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ളവർ ശോഭയുടെ സ്ഥാനാർത്ഥിനെ ഒരു ഘട്ടത്തിൽ എതിർത്ത് നിൽക്കുകയും പ്രചാരണങ്ങളിൽ നിന്ന് പോലും ആദ്യഘട്ടത്തിൽ വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ സവർണ വോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വോട്ടുകൾ അതിൽ BJP-യിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഈ നഗരസഭയിലെ ലീഡ് കൊണ്ട് മാത്രം അങ്ങനെ കയറി വരാൻ ശോഭയ്ക്ക് കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ 2 തവണ CPM-നുണ്ടാക്കിയ തിരിച്ചടി അത് ശതമാനക്കണക്കിലെങ്കിലും ഒരു മെച്ചമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ശോഭയുടെ ഒരു മത്സരം പോരാട്ടം അത് സക്സസ്സിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ, അതോ ഇത്തവണ കുറച്ചുകൂടി കഠിനമായിരിക്കുമോ? ഞാനിപ്പോഴും പറഞ്ഞില്ല, ഞാൻ ആ പോയിന്റിൽ ഇപ്പോഴും ഉറച്ചു വെക്കുന്നു. 3 പേർക്ക് ഇപ്പോഴും സ്വപ്നം കാണാനുള്ള എല്ലാ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള പോയിന്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു വെക്കുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ശോഭാ സുരേന്ദ്രൻ തിരിച്ചടിയാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് ഫ്ലക്സൊക്കെ വരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇത്തവണ പ്രശാന്ത് ശിവൻ സീറ്റ് ആഗ്രഹിച്ചാണ്. അദ്ദേഹം ഇത്തവണ പ്രചാരണത്തിന് ആദ്യം ഇറങ്ങിയില്ല. അങ്ങനെ പാർട്ടിക്കകത്ത് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രന് വേറെ തരത്തിലുള്ളൊരു ജനങ്ങളുമായി അല്ലെങ്കിൽ നേരിട്ട് ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരിയാണ് അവർ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിലാണ് 2004 മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ തോറ്റ ഉപതെരഞ്ഞെടുപ്പിലാണ് വടക്കാഞ്ചേരിയാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് BJP-യുടെ വോട്ട് 10,000-ന് മുകളിൽ, 10,000 വലിയ സംഖ്യയാണ്, വോട്ടിൽ കടത്തിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ.
അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഏതാണ്ട് കഴിഞ്ഞ മുമ്പത്തെ തവണ 1.25 ലക്ഷം മറ്റായിരുന്നു BJP യുടെ വോട്ട്, അത് 3 ലക്ഷത്തിനോട് അടുപ്പിച്ചെത്തിച്ചു. അങ്ങനെ ആളുകൾ സ്ത്രീ വോട്ടുകളെ സമാഹരിക്കുന്ന ശേഷി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് തന്നെയാണ് UDF-ന് കണക്കുകൾ വലിയ എഡ്ജ് നൽകുമ്പോൾ പോലും ശോഭയ്ക്കുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നത് അവിടെയാണ്. 2016 രണ്ടാം സ്ഥാനത്ത്, അന്ന് 29.08. അതിന് മുമ്പ് BJP നേടിയ ഏറ്റവും വലിയത് എനിക്ക് തോന്നുന്നു 2006 ഓരാ ജോപാൽ ഒരു മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ 20 മുകളിൽ 23 മുകളിലൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും ഈ പല വോട്ടർമാർ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. പാലക്കാട്ടെ കാര്യത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വൈകിയായിരിക്കാം വോട്ടർമാർ തീരുമാനം എടുക്കുക. കാരണം ഇപ്പൊ തൃശ്ശൂരൊക്കെ സംഭവിച്ചത് 2ാം സ്ഥാനത്ത് ആര് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയായിരുന്നു. കെ മുരളീധരൻ വരുമോ അല്ലെങ്കിൽ സുനിൽകുമാർ വരുമോ, ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ. സുരേഷ് ഗോപി ജയിക്കും എന്ന് പലരും വിചാരിച്ചു പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ആ തീരദേശം ഒന്നടങ്കം മുരളീധരനാണ് വോട്ട് കൊടുത്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് ഒരുപക്ഷെ അവസാന സമയത്തായിരിക്കും വോട്ടർമാർ തീരുമാനിക്കുക. അതിനെ ആശ്രയിച്ചായിരിക്കും ഈ ശോഭാ സുരേന്ദ്രന്റെ വരവിൽ ശ്രീകൃഷ്ണകുമാറൊക്കെ കഴിഞ്ഞ തവണ ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ശോഭാ സുരേന്ദ്രനും നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആളുകൾ എങ്ങനെ ശോഭാ സുരേന്ദ്രനോട് ഇത്തവണ പ്രവർത്തിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് സമയം അവസാനിക്കുകയാണ്. എന്തായാലും ഇത്തവണ പാലക്കാട് ശക്തമായ മത്സരമുണ്ട്. ER രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തവണ പക്ഷേ 3 മുന്നണികൾക്കും അവരുടേതായ വിജയസാധ്യതയുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാൻ കാരണങ്ങളുണ്ട്. അത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ അല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണയും ഓരോ ഘട്ടത്തിലും നിർണായകമായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം ചങ്കിടിപ്പോടുകൂടി തന്നെയായിരിക്കും മലയാളികൾക്ക് കാത്തിരിക്കാനാവുക. എന്തായാലും വോട്ടും ഘട്ടം ഇവിടെ പൂർത്തിയാകുകയാണ്.